നല്ല നാടൻ കപ്പ കുഴച്ചതിൻ്റെ കൂടെ നല്ല എരിവുള്ള മീൻകറിയും കൂടി ചേർത്തൊന്ന് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നല്ല മീൻകറി ഉണ്ടാക്കാം. പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ട് ഉലുവയും കടുകും ഇട്ട് നന്നായിട്ട് പൊട്ടിക്കണം. അവന്മാരൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി അതിലോട്ട് കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് ലേശം മൂപ്പിച്ചതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇച്ചിരി പുളിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇനി ഒരു ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലോട്ട് ഇച്ചിരി ചൂടുവെള്ളം കൂടി ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഈ കുടംപുളിയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് തള വന്നു കഴിഞ്ഞാൽ ഇനി ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലോട്ട് നമ്മുടെ വൃത്തിയാക്കി വെച്ച മീൻകുട്ടന്മാരെ ഇടാം. ഞാനിവിടെ ചൂര എടുത്തേക്കുന്നത് കേട്ടോ. ആ മീൻകുട്ടന്മാരെയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് നമ്മുടെ ഈ കറി അടച്ചു വെക്കണം. അടച്ച് വെച്ച് കഴിയുമ്പോൾ നല്ലപോലെ ഒരു തള വരും. തള വന്നു കഴിഞ്ഞ് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു എന്ന് കണ്ടു കഴിയുമ്പോൾ ഇനി ഇതിൻ്റെ മണ്ടയ്ക്കൊട്ട് ലേശം കായപ്പൊടിയും ആവശ്യത്തിന് ഒരു ഇച്ചിരി പഞ്ച് കിട്ടാൻ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു തണ്ട് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ വീണ്ടും ഒരു പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അടച്ചു വെക്കാതെ ഒന്നും കൂടി 2-3 തവണ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. എന്ത് ടേസ്റ്റാണെന്നറിയാം കപ്പയുടെ കൂടെ കഴിക്കാൻ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. ബൈ ബൈ.